ഹലോ, എന്താണ് എനർജി വൈബ്? ഈ ഒരു ടോപ്പിക്ക് എല്ലാ ഡ്യൂസും മസ്റ്റായിട്ടും അറിയുക. എനർജി വൈബ്രേഷനെ നമുക്ക് ഷോർട്ടായിട്ട് എനർജി വൈബ് എന്ന് പറയാം. എല്ലാവരിലും സോൾ ഉണ്ടല്ലോ, അതുതന്നെയാണ് എനർജി. ഈ എനർജി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നിശ്ചിത സമയം എടുത്താൽ ആ സമയത്തിൽ ഈ എനർജി വൈബ്രേറ്റ് ചെയ്തതിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിനെയാണ് എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എനർജി വൈബ്രേറ്റ് ചെയ്തതിൻ്റെ എണ്ണം. ഓക്കെ, ഈ എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി പല ആളുകളിലും പലതാണ്. പക്ഷേ ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി തുല്യമായിട്ട് വരുന്നത് DM-ൻ്റെയും DF-ൻ്റെയും സോളിന് മാത്രമാണ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എനർജി വൈബും എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസിയും രണ്ടും രണ്ടാണ്. എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി പലരിലും വ്യത്യാസമാണ് കേട്ടോ. പക്ഷേ DM-ൻ്റെയും DF-ൻ്റെയും എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി ഒന്നാണ്. ഇനി എനർജി വൈബിൻ്റെ കാര്യം നോക്കാം. അതെപ്പോഴും നമ്മളിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ചിലപ്പോൾ ലോ ലെവലായി പോകും, ചിലപ്പോൾ ഹൈ ലെവലാകും. എപ്പോഴാണെന്നറിയോ? നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഉയർച്ച താഴ്ചകൾ. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ ഇടയ്ക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടും, ഇടയ്ക്ക് നിങ്ങൾക്ക് അവരോട് ഭയങ്കര സ്നേഹം വരും. ഇമോഷൻസ് ഇങ്ങനെ മാറി വരും അല്ലേ? നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ എനർജി വൈബ് ലോ ആയെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹം വരുവാണെങ്കിൽ നിങ്ങളുടെ എനർജി വൈബ് ഹൈ ആകുന്നു എന്നാണ് അർത്ഥം. DM-ലും DF-ലും എനർജി വൈബ് വ്യത്യാസപ്പെട്ടിരിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഓക്കെ, DM-ൻ്റെയും DF-ൻ്റെയും എനർജി വൈബ് സെയിം ആയി വരുന്ന ആ ഒരു സമയത്താണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അവരുടെ എനർജി വൈബിൽ വ്യത്യാസം വരുമ്പോഴാണ് അവർ തമ്മിൽ അകന്നു പോകുന്നത്, അതായത് ബ്രേക്കായി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ DM നിങ്ങളിൽ നിന്നും അകന്നു പോകുമ്പോൾ മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കണം? നിങ്ങളുടെ എനർജി വൈബ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരുടെ എനർജി വൈബിൽ വ്യത്യാസം വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് നമ്മുടെ എനർജി വൈബ് ഉയരുന്നത് നോക്കാം. നമ്മൾ മറ്റുള്ളവരിലേക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി, മനസ്സിലെപ്പോഴും നന്മ മാത്രം സൂക്ഷിക്കുന്നത് വഴി, എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നത് വഴി, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്നത് വഴി, എല്ലാവരോടും ക്ഷമിക്കുന്നത് വഴി, ഓക്കെ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ എനർജി വൈബ് ഹൈ ആയി വരും. ഇനി എപ്പോഴൊക്കെയാണ് നമ്മുടെ എനർജി വൈബ് താഴുന്നത്, ലോ ആകുന്നത്? നമ്മൾ മറ്റുള്ളവരിലേക്ക് മോശം കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി, മനസ്സിൽ നെഗറ്റീവ് ഇമോഷൻസ് സൂക്ഷിക്കുന്നത് വഴിയും, മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നത് വഴിയും, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴി, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നത് വഴി, എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് വഴി, പേടി എന്ന നെഗറ്റീവ് ഇമോഷനൊക്കെ ഉണ്ടാകുന്നത് വഴി, നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമിൽ എനർജി വൈബൊക്കെ ലോ ആയി വരുന്നു. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ പീരീഡ്സ് ടൈമിൽ നമ്മുടെ എനർജി വൈബ് ലോ ആകുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ എനർജി വൈബ് ലോ ആണെന്നിരിക്കട്ടെ, നമ്മൾ വിചാരിച്ചാൽ അതിനെ ഹൈ ആക്കാൻ പറ്റും. എങ്ങനെ? മെഡിറ്റേഷനിലൂടെയും പിന്നെ പോസിറ്റീവ് കർമാസൊക്കെ ചെയ്യുന്നത് വഴിയും. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങളിലേക്ക് എപ്പോഴൊക്കെയോ അടുത്ത് വന്നവരും കൂടെ ഉണ്ടായിട്ടും അകന്നു പോയവരും ഒക്കെ ഉണ്ടാകുമല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ എനർജി വൈബിന്, അതിപ്പോൾ ലോ ആയിക്കോട്ടെ ഹൈ ആയിക്കോട്ടെ, ഓക്കെ, നമ്മുടെ എനർജി വൈബിന് മാച്ച് ആയിട്ടുള്ളവരാണ് നമ്മളോട് അടുക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് നമ്മുടെ എനർജി വൈബിന് വ്യത്യാസം വരുമ്പോഴാണ് അവർ നമ്മളിൽ നിന്നും അകന്നകന്നു പോകുന്നത്. അതായത് ഒന്നുകിൽ നമ്മുടെ എനർജി വൈബ് ഹൈയും അവരുടെ ലോയും ആയി വരും, അല്ലെങ്കിൽ നമ്മുടേത് ലോയും അവരുടെ ഹൈയും ആയി വരും. നിങ്ങളുടെ ലൈഫിലേക്കൊരു കാർമിക് പാർട്ട്ണറോ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിമോ കടന്നു വരുവാണെങ്കിൽ മനസ്സിലാക്കുക, ആ ടൈമിൽ നിങ്ങളുടെ എനർജി വൈബ് ലോ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്കൊരു സോൾമേറ്റ് ആണ് കടന്നു വരുന്നതെങ്കിൽ ആ ടൈമിൽ നിങ്ങളുടെ എനർജി വൈബ് ഹൈ ആയിരിക്കും ആണെന്നാണ് അർത്ഥം. കാർമിക് പാർട്ട്നേഴ്സും ഒക്കെ എപ്പോഴും ലോ എനർജി വൈബ് ഉള്ളവരാണ് കേട്ടോ. സോൾമേറ്റ്സ് ഹൈ എനർജി വൈബ് ഉള്ളവരുമാണ്. ഇനി സോൾ കണക്റ്റഡ് ആയ DF-ൻ്റെ കാര്യം പറയാം. അവരുടെ മെഡിറ്റേഷനിലൂടെയും ഇന്നർ വർക്കിലൂടെയും ഒക്കെ അവർ അറിയാതെ തന്നെ അവരുടെ എനർജി വൈബ് ഹൈ ആയി വരുവാണ്. അവരുടെ വൈബ് ഹൈ ആകുന്നതിനനുസരിച്ച് അപ്പുറത്തെ സൈഡിൽ
അപ്പുറത്തെ സൈഡിലുള്ള ഡി എമ്മിൻ്റെയും വൈബ് ഹൈ ആയി വരും. ഓക്കെ, അങ്ങനെയാണ് ഡി എമ്മിൻ്റെ കാർമിക് ക്ലിയറൻസ് ഒക്കെ അവിടെ നടക്കുന്നത്, നിങ്ങൾക്കറിയാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ എനർജി വൈബ് കൂടും. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ പോസിറ്റീവ് കർമ്മ ചെയ്യുന്നതിലൂടെ, നല്ല നല്ല ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിലൂടെയൊക്കെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ആ വൈബ് പെട്ടെന്ന് അങ്ങ് ലോ ആയി പോവുകയും ചെയ്യും. പിന്നെ അവർക്ക് അത് ഹൈ ആക്കി എടുക്കാൻ ഭയങ്കര പാടുമായിരിക്കും. ഇനി ഇന്നർ വർക്ക് ചെയ്യുന്നത് വഴി ഉയർന്നു വന്ന എനർജി വൈബ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ലോ ആയി പോകില്ല. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലോ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലോ ഒന്നും. ഓക്കെ, ഇൻ കേസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഡി എഫിന് അവരുടെ എനർജി വൈബ് ലോ ആയി എന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഹൈ ആക്കി മാറ്റാൻ അവർക്ക് കഴിയും. എങ്ങനെയാണെന്നറിയോ? എനർജി വൈബ് ലോ ആകാൻ കാരണമായ സിറ്റുവേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് മെഡിറ്റേഷനിലൂടെ പ്രൈവസിയും ബൗണ്ടറിയും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എനർജി വൈബ് പഴയതുപോലെ ആക്കി പെട്ടെന്ന് തന്നെ ഉയർത്തിയെടുക്കാൻ ആ ഡി എഫിന് പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി നോക്കുക, ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ എനർജി വൈബ് ലോ ആണോ ഹൈ ആണോ? കമൻറ്റ് പറയണേ. താങ്ക് യു.